പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെല്ലാവരെയും നമുക്ക് ചേർത്ത് വയ്ക്കാം. അമ്മേ, ഞങ്ങളുടെ ഹൃദയം തുടിക്കുകയാണ്, ഞങ്ങളുടെ മനം ഒത്തിരി ആഗ്രഹിക്കുകയും അമ്മയുടെ സ്വന്തമാകുവാൻ. പിതാവിൻ്റെ ഹിതത്തിന് അമ്മ ജീവിതത്തെ സമർപ്പിച്ചതുപോലെ ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായത്തോടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചതുപോലെ ഞങ്ങളുടെയും അനുദിന ജീവിത യാത്രയിൽ അമ്മയുടെ വലിയ മാധ്യസ്ഥ സാന്നിധ്യം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലെ ഓരോ പ്രവർത്തനങ്ങളിലും അഭിഷേകമായിട്ട് രൂപാന്തരപ്പെടുവാൻ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ഈശോയിലേക്ക് അല്പം കൂടെ ഞങ്ങളെ അടുപ്പിക്കണമേ. ഒരു പടി കൂടി തമ്പുരാൻ്റെ അടുത്തേക്ക് അടുക്കുവാൻ, അവിടുത്തെ പ്രിയ മക്കളായി വളരുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥ അപേക്ഷിക്കണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കുമ്പോൾ നമ്മുടെ ഇന്നിൻ്റെ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും നമ്മളോട് പ്രാർത്ഥന ചോദിച്ച എല്ലാവരെയും, പ്രത്യേകിച്ച് ശാലോം കൂട്ടായ്മയോട് ഈ ശുശ്രൂഷയിലൂടെ പ്രാർത്ഥന ചോദിച്ച എല്ലാവരെയും, ഇപ്പോൾ ശുശ്രൂഷ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളെയും സുടസനത്തിലേക്ക് ഞങ്ങളിതാ ചേർത്ത് വയ്ക്കുന്നു. നമുക്ക് പരസ്പരം ഒന്നിച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടി കർത്താവിൻ്റെ കൃപകൾ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് ജീവിതത്തിൽ നമുക്ക് സ്വന്തമാക്കാം. ഭക്തിയോടെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈശോമിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിമല സങ്കേതം ശുശ്രൂഷയുടെ 24-ാം ദിനത്തിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ധന്യമാക്കപ്പെടുന്ന അഭിഷേകത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസങ്ങൾ. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കാരണം അനേകരുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കാരണമാകുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഈ 3-ാമത്തെ ഘട്ടത്തിൽ, വിമല ഹൃദയപ്രതിഷ്ഠയുടെ 3-ാമത്തെ ഘട്ടത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ എങ്ങനെ കടന്നു വന്നുവെന്നും നമ്മുടെ ബലഹീനതകളിൽ ഈ ദൈവിക ഇടപെടലിനോട് ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധ അമ്മ എപ്രകാരം നമ്മളെ ശക്തിപ്പെടുത്തും, സഹായിക്കുമെന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത്. പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാകട്ടെ. കുടുംബം ഒന്നിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം, ഓരോരുത്തരും വിവിധ ഇടങ്ങളിൽ ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കൂടുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ വലിയ ദൈവാനുഗ്രഹത്തിനത് കാരണമായി തീരും. അനേകർ ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക്, നമ്മുടെ ശാലോം കൂട്ടായ്മയിലേക്ക് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ തന്നെ യൂട്യൂബിലൊക്കെ ഈ പ്രോഗ്രാം കാണുമ്പോൾ അതിനുള്ളിൽ തന്നെ ഒത്തിരി പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ ഒക്കെ നിങ്ങൾ അയക്കുന്നുണ്ട്. തീർച്ചയായും അതിനെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് ആ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച്, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ശുശ്രൂഷ കൂടുന്നവർ ആ നിയോഗങ്ങളൊക്കെ നമ്മൾ കാണുന്നതിനോടൊപ്പം ആ നിയോഗങ്ങൾ കൂടെ കർത്താവേ, ഈ നിയോഗം അയച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണം. അപ്പം നമ്മൾ വലിയൊരു കൂട്ടായ്മയിൽ ലോകമെമ്പാടുമുള്ള പലയിടങ്ങളിലായിരുന്നുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ വലിയ ദൈവാനുഭവം നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് അത് കാരണമായി തീരും. നമ്മൾ ശ്രവിച്ച വചനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഇപ്പം ദൈവം തൻ്റെ ജീവിതത്തിൽ ഇന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ പോകുന്നു, ഇന്ന കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ അങ്ങോട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നിറവേറുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. വിശ്വാസികളുടെ മാതാവ് എന്ന തലത്തിലേക്ക് പരിശുദ്ധ അമ്മ കടന്നു വരുന്നത് ഈ വലിയ സമർപ്പണത്തിലൂടെയാണ്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ
വലിയ ശക്തിയാണ്, കരുത്താണ്, തിന്മയിൽ നിന്നുള്ള വലിയ സംരക്ഷണമാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ വീണു പോവുകയില്ല, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു പോവുകയില്ല. നമ്മൾ പ്രാർത്ഥനയിൽ ആഴപ്പെടുന്ന വ്യക്തികളായിട്ട് പരിശുദ്ധ അമ്മ നമ്മളിങ്ങനെ മെല്ലെ കൈപിടിച്ച് നയിക്കും. വലിയൊരു ആത്മീയ അഭിഷേകത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം ഞാൻ അവധിക്ക് വീട്ടിൽ ചെല്ലുകയാണ്, ഇല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, കോളേജിൽ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നു. നമ്മൾ അവധിക്ക് നിങ്ങൾ വീട്ടിലേക്കൊന്ന് വരികയാണെന്നൊന്ന് ഓർക്കുക. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്, യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നമ്മളിങ്ങനെ പറയുകയാണ്, അമ്മേ ഞാൻ എത്തിയിട്ടോ. നമ്മളിങ്ങനെ പറയുന്നു, അമ്മേ ഞാൻ എത്തിയിട്ടോ, ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ബാഗ് അവിടെ വെക്കുന്നു, കിടക്കാനായിട്ട് പോകുന്നു. നമ്മുടെ റൂമിലെത്തി ചിലപ്പോൾ ഡ്രസ്സ് മാറിയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ക്ഷീണമാണ്, ചിലപ്പോൾ ഇട്ടുകൊണ്ട് വന്ന് അത് ഉടുപ്പിലൊക്കെ ചിലപ്പോൾ കയറി ഇങ്ങോട്ട് കിടക്കും. അമ്മ നമ്മുടെ ബാഗൊക്കെ എടുത്ത് സ്വസ്ഥമായൊരു സ്ഥാനത്ത് കൊണ്ട് വയ്ക്കും. അമ്മ ഇടയ്ക്ക് വന്നൊന്ന് നോക്കും, നമ്മൾ ഉറങ്ങുന്നുണ്ടോ. അപ്പം അമ്മ നോക്കും, ഫാനൊക്കെ ഇട്ടിട്ടുണ്ടോ, ഉണ്ട്. കാറ്റ് കിട്ടുന്നുണ്ടോ, ഉണ്ട്. ഇനി വേണമെങ്കിൽ അമ്മ ജനലൊക്കെ ഒന്ന് തുറന്നിടും. അപ്പം നമുക്ക് വിശ്രമിക്കുവാനായിട്ട് അനുകൂലമായ സാഹചര്യം അമ്മ മെല്ലെ ഒരുക്കി തരും. സമയം കുറച്ചും കൂടെ മുന്നോട്ട് പോവുകയാണ്. അരമണിക്കൂർ, 1 മണിക്കൂർ പിന്നിടുന്നു. അമ്മ അടുത്ത് വന്നൊന്ന് നോക്കും. അമ്മ അടുത്ത് വന്ന് നോക്കുമ്പോൾ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, നല്ല പ്രയാസം തോന്നുന്നുണ്ട്. അമ്മ മെല്ലെ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കും, പനിക്കുന്നുണ്ടോ, വല്ല ബുദ്ധിമുട്ടുകളും ഉണ്ടോ, അസ്വസ്ഥതകളുണ്ടോ. ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മ സാവധാനം മെല്ലെ പോകുന്നു. ഇനി തണുപ്പൊക്കെ ആണെങ്കിൽ അമ്മ മെല്ലെ ആ പുതപ്പെടുത്ത് നമ്മളെ അങ്ങ് പുതപ്പിക്കും. നമ്മളിതൊന്നും അറിയണില്ല. ഇനി ഒരു 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ ആകുമ്പോൾ അമ്മ വരും, നമ്മളെ മെല്ലെ വിളിച്ചെഴുന്നേൽപ്പിക്കും. എണീറ്റേ, കിടന്നത് മതി, ഇനി അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കുളിച്ച് സ്വസ്ഥമായിട്ട് കിടക്കാം, അല്ലെങ്കിൽ അപ്പടി ക്ഷീണമായി പോകും. അമ്മ നമ്മളെ വന്ന് മെല്ലെ, നമ്മൾ ഇച്ചിരി ഉറക്കത്തിലാണെങ്കിൽ പോലും നമ്മളെ വന്ന് മെല്ലെ അങ്ങോട്ട് എഴുന്നേൽപ്പിക്കുന്നു. നമ്മളെ ഇതാ ഭക്ഷണം കഴിക്കാനായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് അമ്മ കൊണ്ടുപോകും. ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വന്നിട്ടുണ്ട്. അത്ര ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ചെറിയൊരു ക്ഷീണമുണ്ട്, ഞാൻ കിടക്കുക, ഞാനൊന്ന് കിടക്കാൻ പോവുക. അമ്മേ ഞാൻ വന്നിട്ടുണ്ടെന്ന് കിടക്കാൻ പോവുക. ഞാൻ പോകുന്ന നേരത്തെ അമ്മ എല്ലാ കാര്യങ്ങളും ഒരുക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സെമിനാരിയിലും അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനായിരിക്കുമ്പോഴൊക്കെ അവധിക്ക് വീട്ടിൽ വരുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ മതി, അമ്മയ്ക്ക് എന്നാ ക്ഷീണമാണെങ്കിലും അമ്മ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടാകും, എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് കിടക്കാൻ പാകത്തിനുള്ളത്, ഉടുക്കാനുള്ള മുണ്ട്, ബനിയന്, തോർത്തൊക്കെ അമ്മ പ്രത്യേകമായിട്ട് എടുത്തു വെച്ച് കയറി വരുമ്പോൾ വെള്ളമൊക്കെ തന്ന്, അത് അമ്മയുടെ ഒരു സന്തോഷമാണ്. നമുക്കറിയാം, ഇടയ്ക്ക് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ അമ്മ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന്. അപ്പം അമ്മയുടെ ഒരു ആനന്ദമാണ്, സന്തോഷമാണ് മക്കൾക്ക് വേണ്ടി എല്ലാം കരുതലോടെ ചെയ്യുക എന്നത്. മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും കരുതലോടെ ചെയ്യുക എന്നത് ഏതൊരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ആനന്ദം നൽകുന്ന കാര്യമാണ്, സന്തോഷം നൽകുന്ന കാര്യമാണ്. ആ കരുതലിൽ മക്കളുടെ ഏത് സങ്കടങ്ങളും, ഏത് പ്രയാസങ്ങളും, ഏത് ബുദ്ധിമുട്ടുകളും നാം അറിയാതെ തന്നെ അകന്നു പോകും. കുറച്ച് നേരം അമ്മയുടെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ, അമ്മയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, പ്രിയമുള്ളവരെ, ഇതാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യം. പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ജീവിതത്തെ ദൈവകൃപകളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ, ഇതാ ഈ ദിനങ്ങളിലെ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ വ്യക്തമായ ഇടപെടൽ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ദൈവകൃപയിലേക്ക് ചേർക്കുമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വചനചിന്തകളിലൂടെ നമ്മൾ ധ്യാനിച്ചു പോകുന്ന ഇങ്ങനെയാണ്, ദൈവീക ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് വിശ്വസിച്ചപ്പോൾ പരിശുദ്ധ അമ്മ വലിയ അത്ഭുതങ്ങൾ കാണുകയും. അപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിലും പരിശുദ്ധ അമ്മയെ കൈപിടിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുമ്പോൾ ദൈവീക ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ ദൈവീക ഇടപെടൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴും അനുഭവവേദ്യമാകുമ്പോഴും ഒത്തിരി സങ്കടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും ഒക്കെ പരിശുദ്ധ അമ്മ കടന്നു പോകുന്നുണ്ട്. അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല ദൈവപുത്രൻ്റെ
അമ്മയായി സമ്മതം കൊടുത്ത നാൾ മുതലുള്ള പരിശുദ്ധ അമ്മയുടെ ജീവിതം സത്യം പറഞ്ഞുണ്ടല്ലോ ഒത്തിരി നമ്മൾ പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ ഒരു ദൈവീക തലത്തിൽ പരിശുദ്ധ അമ്മയെ നോക്കി കാണുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു പോകുമെങ്കിലും പരിശുദ്ധ അമ്മ എന്ന ഒരു മനുഷ്യ സ്ത്രീയെ മാനുഷിക ദൃഷ്ടി നമ്മൾ കാണുമ്പോൾ എത്ര സങ്കടങ്ങളിലൂടെ കടന്നുപോയവളല്ലേ. ദൈവഹിതത്തിന് സമ്മതം മൂളിയ ആ സമയം അപ്രത്യക്ഷമായതാണ് ആര്? ദൈവദൂതൻ. പിന്നീട് എന്തെല്ലാം സഹനങ്ങൾ വന്ന് ദൈവദൂതനെ കാണുന്നില്ല കേട്ടോ. ഒരാശ്വാസം നൽകുവാനായിട്ടൊന്ന് കൂടെ നിൽക്കുവാനായിട്ട് ദൈവദൂതൻ കടന്നു വരുന്നില്ല. എന്തൊക്കെയോ ജീവിതത്തിൽ എന്തെല്ലാം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് പരിശുദ്ധ അമ്മ. പലപ്പോഴും പല കാര്യങ്ങളും ഈ പാവം പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ചിലപ്പോഴെങ്കിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചു പോകുമ്പോൾ സങ്കടം തോന്നും. ഈശോ പോലും പല കാര്യങ്ങളും പരിശുദ്ധ അമ്മയോട് പറയുന്നതായിട്ട് വചനത്തിൽ കാണുന്നില്ല നമ്മൾ അല്ലേ. ഈശോയെക്കുറിച്ച് പലരും പല കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയോട് പറയുന്നത്. ഇവൻ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല, വിശ്വാസത്തിനെതിരായിട്ട് ഇവൻ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പലരിൽ നിന്ന് കേൾക്കുമ്പോൾ ആ അമ്മയുടെ ചങ്ക് തകർന്നു പോകുന്നുണ്ട് അല്ലേ. മക്കളെക്കുറിച്ച് മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ എല്ലാം ചങ്ക് തകർന്നു പോവുകയല്ലേ. പ്രിയമുള്ളവരെ, അങ്ങനെ സങ്കടമൊക്കെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മുടെ മാനുഷിക ചിന്തയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരു നാളിൽ പരിശുദ്ധ അമ്മ ഇങ്ങനെ വീട്ടിലായിരിക്കുമ്പോൾ കേൾക്കുകയാ, ഇതാ നിന്റെ മകൻ അവൻ വലിയ കുറ്റം ചെയ്തു, അവനെ അതുകൊണ്ട് മരണത്തിന് വിധിച്ചു, അവനെ ഇതാ കള്ളന്മാരെ പോലെ വലിയ കുരിശും അവൻ്റെ ചുമലിൽ കൊടുത്തുകൊണ്ട് ഇതാ കാൽവരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അമ്മ സങ്കടത്തോടെ എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി എന്നോർത്തുകൊണ്ട് ഓടി ചെല്ലുകയാണ്. നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കാണുന്നുണ്ട്. കുരിശിൻ്റെ വഴിയിൽ പരിശുദ്ധ അമ്മയും ഈശോയും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു നാലാം സ്ഥലമുണ്ട്. ആത്മീയതയിൽ നമ്മൾ പറയും പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ശക്തി പകർന്നു. പക്ഷേ പരിശുദ്ധ അമ്മ എന്ന മനുഷ്യ സ്ത്രീയെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തൻ്റെ മകനെ കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ വെപ്രാളത്തോടെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഓടിച്ചെല്ലുക, എൻ്റെ കുഞ്ഞിനെന്ത് പറ്റി എന്നോർത്തുകൊണ്ട് ഓടിച്ചെല്ലുമ്പോൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിൽ മെൽ ഗിബ്സൺ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഡയറക്ടർ ഒരു പഴയ ഒരു സീൻ അതിനോട് ചേർത്ത് വെക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഇതാ കുരിശിൻ്റെ വഴിയിൽ ഈശോയെ കാണുമ്പോൾ ഈശോ ഇങ്ങനെ ഇതാ കുരിശുമായിട്ട് നിലത്തേക്ക് വീണ് മെല്ലെ കുരിശുമെടുത്ത് എഴുന്നേൽക്കുവാനായി പരിശ്രമിക്കുമ്പോൾ ഇതാ അങ്ങകലെ തന്നെ നോക്കി നിൽക്കുന്ന അമ്മയെ കാണുന്ന ഈശോയുടെ ഒരു ചിത്രമുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും തമ്മിൽ നോക്കുന്നു. അവരുടെ കണ്ണുകളൊന്നും ഉടക്കുന്നുണ്ട്. ആ രംഗത്തിലേക്ക് മെൽ ഗിബ്സൺ ഇങ്ങനെ ഒരു പഴയ ഓർമ്മയെ കൊണ്ടുവരുന്നുണ്ട്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന സിനിമയിൽ കുഞ്ഞുനാളിൽ ഈശോ വീഴുന്ന ഒരു രംഗം. കുഞ്ഞുനാളിൽ ഇതാ ഈശോ ഇങ്ങനെ നസ്രത്തിലെ ആ വീട്ടിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ അമ്മ വീട്ടിലെ ജോലികളിൽ വ്യാപൃതയായിരിക്കുകയാണ്. അതിനിടയിൽ ഇതാ പെട്ടെന്ന് ഈശോ ഒന്ന് കാല് തട്ടി നിലത്തേക്ക് വീഴുന്ന ഒരു രംഗമുണ്ട്. പരിശുദ്ധ അമ്മ അങ്ങ് ദൂരെ നിന്ന് അത് കാണുമ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പണി അത് പെട്ടെന്ന് മാറ്റി ഈശോയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്ന ഒരു രംഗമുണ്ട്. ഇങ്ങനെ ഓടി വന്ന് ഉണ്ണീശോ ഇങ്ങനെ വാരിയെടുത്ത് തൻ്റെ മാറോട് ചേർത്ത് മുത്തങ്ങൾ നൽകി അവനെ ചേർത്ത് സ്നേഹത്തോടെ പിടിക്കുമ്പോൾ ആ കുഞ്ഞു കണ്ണുകളിൽ നിന്ന് സങ്കടങ്ങളൊക്കെ മാറുന്ന വലിയൊരു മാതൃസ്നേഹത്തിൻ്റെ വലിയൊരു അനുഭവം ഈ ഭാഗത്തോടെ ചേർത്ത് കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തൻ്റെ കുഞ്ഞിനെ ഒന്ന് വാരിപ്പുണരണമെന്ന് അമ്മയ്ക്കുണ്ട്, പറ്റണില്ല. എന്നാൽ ഇതെല്ലാം ദൈവഹിതമാണ്, ഇതെല്ലാം സംഭവിക്കണമെന്ന് അറിയാവുന്ന ഈശോ പോലും പരിശുദ്ധ അമ്മയോട് ഒന്ന് സന്തോഷത്തോടെ കുഴപ്പമില്ല എന്നൊന്നും പറയണില്ല. എന്തെല്ലാം സങ്കടമല്ലേ. ഇതാ ആ യാത്ര കാൽവരിയിലെത്തുമ്പോൾ തൻ്റെ സ്വന്തം മകൻ്റെ മേനിയിതാ ശവശരീരം ഇതാ മടിയിൽ ഏറ്റുവാങ്ങുന്ന ഒരു സ്ത്രീയാണ്. പ്രിയമുള്ളവരെ, അവിടെയും തീരുന്നില്ല. ഉദ്ധിതനായ ഈശോ സത്യം പറഞ്ഞ സങ്കടം തോന്നൂട്ടോ. ഈ പരിശുദ്ധ അമ്മയ്ക്കല്ലേ ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത്? കാരണം അത്രയും സ്നേഹിച്ചവളല്ലേ പരിശുദ്ധ അമ്മ. മരണശേഷം ഉയർത്തെഴുന്നേറ്റ ശേഷം സത്യം പറഞ്ഞാൽ ഈശോ പരിശുദ്ധ അമ്മയുടെ മുന്നിലല്ലേ പ്രത്യക്ഷപ്പെടേണ്ടത്?
അമ്മയ്ക്കല്ലേ അത് കാണുമ്പോൾ എന്തോ ഒരു സങ്കടം മാറും, എന്തോ ഒരു ആനന്ദം ഉണ്ടാവും. പക്ഷേ അവിടെയും സ്വർഗം ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധ അമ്മയെ നയിക്കുന്നുണ്ടോ? ഇല്ല. മറിച്ചുതാ പരിശുദ്ധ അമ്മ അവിടെ സ്ലീഹന്മാരെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കുന്നവളായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ എന്ന മനുഷ്യ സ്ത്രീയെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോയപ്പോൾ ഒത്തിരി സങ്കടങ്ങൾ, നെടുവീർപ്പുകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നുപോയി. എന്തുകൊണ്ട് സ്വർഗം പോലും പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഞാനും ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അതിന് കിട്ടുന്ന ഒരു ഉത്തരമാണിത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ തിരുവചനത്തിൽ നാം ഇങ്ങനെ കാണുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും. അമ്മയും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. വീണ്ടും ഇതിന് സമാനമായ മറ്റൊരു വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. 28-ാം തിരുവചനം, അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ദൈവവചനം കേട്ടത് പാലിക്കുന്നവർ, ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുന്നവർ, അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവഹിതം സ്വജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാണ് എൻ്റെ അമ്മ, എൻ്റെ സഹോദരർ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ പരിശുദ്ധ അമ്മയെ ഒരു സാധാരണ സ്ത്രീയിൽ നിന്നും ദൈവഹിതം പൂർത്തിയാക്കിയവൾ, ദൈവഹിതം നിറവേറ്റിയവൾ, ദൈവത്തിന് സ്വീകാര്യമായ ഒരു ജീവിതം നയിച്ചവൾ എന്ന ശ്രേഷ്ഠ പദവിയിലേക്ക് ഉയർത്തുകയാണ്. പരിശുദ്ധ അമ്മ ഒരു സാധാരണ സ്ത്രീയിൽ നിന്നും വ്യത്യസ്തയാണ്. അതിൻ്റെ കാരണം ഇത് വചനത്തിലൂടെ ഈശോ സ്പഷ്ടമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവഹിതം അവൾ അനുവർത്തിച്ചു, ദൈവഹിതം അവൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. പ്രിയമുള്ളവരെ, ഓർക്കണം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-38 തിരുവചനം മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അരുളി ചെയ്തുകൊണ്ട് ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി പരിശുദ്ധ അമ്മ വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ല, പിന്നീട് മുന്നോട്ടുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ആ ദൈവം തൻ്റെ ജീവിതത്തെ വഴി നടത്തും എന്ന ഉറച്ച ബോധ്യത്തിൽ, വിശ്വാസത്തിൽ ജീവിക്കുക. നമ്മൾ കാണുന്നുണ്ട്, ഈശോ പോലും പ്രാർത്ഥിക്കുന്നു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നൊന്ന് എടുത്തു മാറ്റണമേ. ഗെത്സമേനയിലെ പ്രാർത്ഥനയെങ്കിലും എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം. അവിടെ മറ്റ് ഒരു മറുപടിയും ലഭിക്കുന്നില്ല. സ്വർഗം പോലും നിശബ്ദമായിരിക്കുന്ന ചില നിമിഷങ്ങൾ, സ്വർഗം പോലും നിശബ്ദമായിരിക്കുന്ന ചില നിമിഷങ്ങൾ ഈശോയുടെ ജീവിതത്തിലൂടെ പോലും കടന്നു പോകുന്നതായി നമ്മൾ സുവിശേഷത്തിൽ കാണുന്നു. കാരണം ദൈവഹിതം പൂർത്തിയാക്കുവാനായി തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ, ദൈവഹിതത്തിനായി തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് അവിടെ രക്ഷയുടെ അനുഭവം കടന്നു വരുന്നതെന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതവും അതുതന്നെയാണ്. ദൈവഹിതത്തിനായി വിട്ടുകൊടുത്തപ്പോൾ ഒത്തിരിയധികം സങ്കടങ്ങളും സഹനങ്ങളും എല്ലാം കടന്നു വരുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് അവയെ രക്ഷാകരമാക്കി ദൈവം മാറ്റും എന്ന വലിയൊരു ബോധ്യം അവിടെയാണ്. തൻ്റെ ജീവിതത്തിലെ ഇതുപോലെ ഉത്തരം കിട്ടാത്ത ഒത്തിരി അനുഭവങ്ങൾ രക്ഷാകരമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ആ വിശ്വാസത്തിന് നിറവിൽ പരിശുദ്ധ അമ്മ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്വർഗത്തിൻ്റെ കൃപകൾ ഈ ലോകത്തിന് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം പകർന്നു നൽകുന്നത്.
പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി പരിശുദ്ധ അമ്മ മാറുമ്പോൾ, രക്ഷയുടെ അനുഭവം ലോകത്തിലേക്ക് പകർന്നു നൽകുവാൻ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തപ്പോൾ, ആ രക്ഷയിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ അടുക്കണമെങ്കിൽ ദൈവഹിതത്തിന് പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കണം. ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിക്കണം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും പരാതികളില്ലാതെ, ചോദ്യം ചെയ്യലില്ലാതെ ദൈവം ഇടപെടുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുവാനായി പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും കോട്ടയിലായിരിക്കുമ്പോഴും, ഇടവക ധ്യാനങ്ങളിൽ, പോപ്പുലർ മിഷൻ ധ്യാനങ്ങളിലൊക്കെ പോകുമ്പോഴും പല മനുഷ്യരും പങ്കുവച്ചിട്ടുള്ള ഒരനുഭവം അച്ഛ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും എന്നതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നിട്ടും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പരാജയങ്ങൾ വരുന്നതെന്തേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നതെന്തേ, പ്രതീക്ഷിക്കുന്നത് പോലെ പലതും സംഭവിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്ന മഹനീയമായ മാതൃക ഇതാണ്. പുത്രനായ യേശു ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും പരിശുദ്ധ അമ്മയ്ക്കും ഇതുപോലെയുള്ള ചില ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? ഒന്ന് മാത്രം, രക്ഷയുടെ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും അനേകരെ ചേർത്ത് നിർത്തുവാൻ ഇത് അനിവാര്യമായിരുന്നു. ദൈവഹിതത്തിനായി തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കുമ്പോൾ ദൈവീക പദ്ധതി തൻ്റെ ജീവിതത്തിലൂടെ അനേകർക്ക് അനുഗ്രഹമായി മാറുമെന്ന് പരിശുദ്ധ അമ്മ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുവാനാണ് പരിശുദ്ധ അമ്മ ഈ നാളിലെ ശുശ്രൂഷയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പൂർണ്ണമായ സമർപ്പണം. പൂർണ്ണമായ സമർപ്പണം പരിശുദ്ധ അമ്മ നടത്തിയപ്പോൾ ഇതാ വചനത്തിലൂടെ പരിശുദ്ധ അമ്മ നമ്മളോട് അരുളി ചെയ്യുകയാണ്. കർത്താവ് വചനത്തിലൂടെ പരിശുദ്ധ അമ്മ വഴി നമ്മളോട് പറയുകയാണ്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. നമ്മുടെ ഈ ജീവിതത്തിൽ കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിക്കുവാൻ പാകത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൈവകൃപയുടെ നിറവിലേക്ക് പരിശുദ്ധ അമ്മ ഒരുക്കുകയാണ്, കൈപിടിച്ച് നയിക്കുകയാണ് ഈ ദിനങ്ങളിലൂടെ. നമ്മുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കുവാൻ, സ്ലീഹന്മാരുടെ സങ്കടവേളകളിൽ അവരെ ചേർത്ത് നിർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും അസ്വസ്ഥതകളിലും വേദനകളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലുമെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നത് പോലെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ശ്രദ്ധ ചെലുത്തി ദൈവീക കൃപകളിലേക്ക് നമ്മളെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കർത്താവ് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുമെന്ന് വിശ്വസിക്കുവാൻ പാകത്തിന് നമ്മുടെ ആത്മീയ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കും, ഉയർന്നതായിട്ട് മാറും, ശ്രേഷ്ഠതയുള്ളതായിട്ട് മാറും. അപ്രകാരം ഒരു ജീവിതം നയിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ ഓർക്കാം. ഇന്ന് പ്രത്യേകമായ നമ്മുടെ പൊതുവായ നിയോഗം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അല്പം കൂടെ വളർച്ച പ്രാപിക്കുന്നതിനായി കർത്താവേ, അങ്ങയുടെ വചനം വായിക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ നിയോഗം അതാ, വചനത്തോടൊരു ദാഹം, ഒരു തീഷ്ണത, വചനം വായിക്കുവാനും പഠിക്കുവാനുമായിട്ടുള്ള കൃപ നൽകി നമ്മെ, വചനം വായിക്കുവാനും പഠിക്കുവാനുമായിട്ടുള്ളൊരു കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി നമ്മൾ നിയോഗം, പൊതുവായ നിയോഗം സമർപ്പിക്കുന്നു. ഒപ്പം നമ്മുടെ പ്രവൃത്തിയായിട്ട് നമ്മളിന്ന് ചെയ്യുന്നത്, ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ചെയ്യുന്നത്, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം നമ്മളൊന്ന് വായിക്കുകയും, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം നമ്മളൊന്ന് പ്രാർത്ഥനാപൂർവ്വം ഇന്നൊന്ന് വായിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്ന ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം നമുക്കിന്നൊന്ന് വായിച്ച് ധ്യാനിക്കാം. കരങ്ങളൊന്ന് കുപ്പി പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും പൂർണ്ണമായി വിട്ടുകൊടുത്ത് സമർപ്പിച്ച്, കർത്താവേ, നിൻ്റെ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. വചനത്തോടുള്ള ഒരു ദാഹം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ
ജീവിതത്തിൽ ഒരു വേള പോലും മാറി നിൽക്കാതെ ദൈവഹിതത്തോട് പൂർണ്ണമായി സഹകരിച്ചതുപോലെ ദൈവീക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഏറ്റവും ഭക്തിയോടെ നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. എല്ലാവരും ചേർന്ന് പാടിക്കേ. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇവിടെ പാടാം. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. സ്വരമുയർത്തി. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ചേർന്ന് പാടി. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ആരാധിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജീവനുമെന്റെ ജീവനുമെന്റെ പൂർണ്ണമായി നമ്മളെ സമർപ്പിച്ച് സർവസ്വവും എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന നാഥ, മുൻപിലണച്ചു കുമ്പിടുന്നു. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി
ദിവികാരുണീശോയെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിച്ച് സ്നേഹത്തിൽ നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവികാരുണീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ദിവികാരുണീശോയുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോ നമ്മളെ ഓരോരുത്തരെയും തൊട്ടനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലൂടെ കർത്താവ് അനവധിയായ കൃപകള്, അനുഗ്രഹങ്ങള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്നു, ആത്മീയതയിൽ നമ്മളെ ആഴപ്പെടുത്തുന്നു. പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു താല്പര്യവും ആഗ്രഹവും ഒരു തീക്ഷ്ണതയും വചനം വായിക്കുവാനായിട്ടുള്ളൊരു ദാഹവും ഒക്കെ നൽകി സോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. സോയ്ക്ക് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. വചനത്തിലൂടെ നാം ഇന്ന് കേട്ടു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:45 തിരുവചനം, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവെ, വിശ്വാസത്തോടെ ഞങ്ങളിതാ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. ഈ ദിനങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകള്, നിയോഗങ്ങളെല്ലാം നീ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ സമയവും വിലയുള്ളതാ. കർത്താവിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ സമയവും വിലപ്പെട്ടതാ. കർത്താവ് അതെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് മാറ്റും, രൂപാന്തരപ്പെടുത്തും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ. നിന്റെ നിയോഗത്തെ ഒന്ന് മനസ്സിലോർത്തോ. കർത്താവെ, ഈ ദിവികാരുണ്യ സന്നിധിയിൽ കൂപ്പിയ കരങ്ങളോടെ കണ്ണുനീരോടെ നിന്റെ പ്രിയ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾക്ക്, യാചനകൾക്ക് നീ ഉത്തരം നൽകണമേ. പരിശുദ്ധ അമ്മേ, നീ കൂടെ ഉണ്ടാകണമേ. അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയെ ആരാധിക്കാൻ പോവുകയാണ്. അമ്മയുടെ വലിയ മാധ്യസ്ഥ സംരക്ഷണം നമുക്ക് യാചിക്കാം. അമ്മയുടെ കൈകളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങൾ ഈശോയ്ക്കങ്ങ് കൊടുത്തു. അമ്മ ഈശോയുടെ പക്കൽ നിന്നും അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും. നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചോ. ആത്മീയതയിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളുടെ പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ, നിങ്ങളായിരിക്കുന്ന ജീവിത മേഖലകൾ, പ്രത്യേകിച്ചൊരു പുതിയ ജീവിത അന്തസ്സിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ. നല്ലൊരു ജീവിതം കർത്താവേ, നിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് നിറവിൽ പ്രാർത്ഥിക്കുകയാണ്. നീ കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എന്ന ഒരു സാധാരണ സ്ത്രീ കടന്നുപോയ ഒത്തിരി ജീവിത സാഹചര്യങ്ങൾ, അതെല്ലാം ഞങ്ങളിന്ന് ധ്യാനിക്കുകയുണ്ടായി. ഈശോയെ, അതുപോലെ ചില സങ്കടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ചിലപ്പോൾ ഞങ്ങൾക്ക് ഉത്തരമില്ലാത്ത അനവധിയായ ചോദ്യങ്ങളിലൂടെയൊക്കെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. കർത്താവെ, ആ വേളകളിൽ പരിശുദ്ധ അമ്മയെ നയിച്ചതുപോലെ ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ. ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. നമ്മളെ കൈപിടിച്ച് നയിക്കുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഈശോയെ ഈ നിമിഷം ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഗാനം, അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ഞങ്ങൾ ആരാധിക്കുന്നു. ദിവികാരുണ്യ അമ്മയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പുത്രനായിരുന്നു. അമ്മയോട് ചേർന്ന് ഈശോയെ നമ്മൾ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായും കാനായിലെ ഭവനത്തിലെ അതേ ദൈവീക സാന്നിധ്യം, അമ്മയുടെ സാന്നിധ്യം, ഈശോയുടെ സാന്നിധ്യം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് നമ്മൾ ഒന്ന് ചേർന്ന് ഈശോയെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഗാനത്തോട് ചേരാം. അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ഞങ്ങളിതാ ആരാധിക്കുന്നു. എല്ലാവരും നമുക്കറിയാവുന്ന ഗാനമാണ്. സ്വരമുയർത്തി ചേർന്ന് പാടി നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ് ഗായകരോട് ചേർന്ന്. അമ്മയ്ക്കേക മകനെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് അമ്മേ അമ്മേ തായേ, അമ്മയ്ക്കേക മകനെ,
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഈശോയെ നോക്കിക്കൊണ്ട് പഠിക്കേ. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. നമ്മോടൊപ്പമായിരിക്കുവാൻ അപ്പമായി തീർന്ന ഈശോ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവൻ, രോഗികളെ സൗഖ്യപ്പെടുത്തിയവൻ, നമുക്കായി ജീവൻ പകർന്നു നൽകിയവൻ ഇതാ ഒരു ഗോതമ്പപ്പത്തോളം ചെറുതായി എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്നോടൊപ്പമായിരിക്കുന്ന അപ്പമായ ദിവികാരുണീശോയെ നമുക്ക് ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ഈശോ. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ, അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ചേർന്ന് പാടട്ടെ. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പാടാം. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ദിവികാരുണീശോയുടെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ, പ്രയാസങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ശിരസിൽ മുൾമുടി അണിഞ്ഞവൻ എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെ, എൻ്റെ സങ്കടങ്ങളെ, എൻ്റെ അസ്വസ്ഥതകളെ, എൻ്റെ ആകുലങ്ങളെ എടുത്തു മാറ്റും. ഇതാ മനസ്സിൻ്റെ സങ്കടങ്ങളെയും ഭാരങ്ങളെയും എടുത്തു മാറ്റി ഈശോയുടെ നിറഞ്ഞ സാന്നിധ്യം പരിശുദ്ധ അമ്മയിലൂടെ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ഭവനം അങ്ങ് അനുഗ്രഹിക്കപ്പെടുകയാണ്. കർത്താവേ, എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെ, നമ്മുടെ സങ്കടങ്ങളോ പ്രയാസങ്ങളോ ആകുലതകളോ ഉത്കണ്ഠകളൊക്കെ മനസ്സിനെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിലേക്ക് അങ്ങ് ചേർത്ത് വെച്ചോ. ഈ ദിവ്യകാരുണ്യത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വാസത്തോടെ ചേർന്ന് പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ. അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ, 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 ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ചേർന്ന് ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആരാധിച്ചുകൊണ്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. പാടാം ഒരിക്കൽ കൂടി. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ദിവികാരുണീശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൽ ചില ഒറ്റപ്പെട്ട നിമിഷങ്ങള്, ചില സങ്കടങ്ങള്, പ്രയാസങ്ങള്, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് മോശമായി പറയുന്ന ചില വേളകള്, നിന്ദനമേറ്റ് തകരുമ്പോൾ, അസ്വസ്ഥപ്പെടുമ്പോൾ, ഞാൻ നല്ല കാര്യം ചെയ്യുന്നു പക്ഷേ മറ്റുള്ളവരാരും അത് മനസ്സിലാക്കുന്നില്ല, അതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നു, മോശമായിട്ട് സംസാരിക്കുന്നു, എൻ്റെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എന്നോട് പെരുമാറുന്ന കർത്താവേ, ഞാൻ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഇപ്രകാരമുള്ള സങ്കടത്തിൻ്റെ, വേദനകളുടെ, നൊമ്പരങ്ങളുടെ അവസ്ഥകളെല്ലാം നിന്റെ ദിവികാരുണ്യത്തോട് ചേർത്ത് വെക്കുകയാണ്. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, എനിക്ക് വേണ്ടി പീഡകളേറ്റ് വാങ്ങിയവനെ, എനിക്കായി ശരീരത്തിൽ അടികളേറ്റവനെ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥകളിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. ഈശോയെ, നീ എൻ്റെ കൂടെ ഉണ്ടാകണമേ. അമ്മേ, എനിക്കായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ചേർന്ന് പാടട്ടെ അടുത്ത വരികൾ. അമ്മേ അമ്മേ തായേ നിന്ദനമേറ്റു തളരുമ്പോൾ, 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 നഗ്നനാക്കപ്പെട്ടവനെ ഞാൻ ആരാധിക്കുന്നു.
ആരാധിക്കുന്നു. ചേർന്ന് അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഉണ്ണീശോയെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് എലീശ പുണ്യവതിയെ സന്ദർശിക്കുമ്പോൾ അവളുടെ ശാരീരിക അസ്വസ്ഥതകളിൽ അവൾക്ക് സഹായം നൽകുവാൻ, ആശ്വാസം നൽകുവാനായി കടന്നു ചെന്ന പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് ദിവികാരുടെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗങ്ങളെ, പ്രത്യേകിച്ച് ഒത്തിരി പേരുടെ പ്രാർത്ഥന നിയോഗമാണ് വിവിധ രോഗങ്ങളാൽ അസ്വസ്ഥപ്പെടുന്ന ഒത്തിരി ജീവിതങ്ങൾ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളാൽ അസ്വസ്ഥപ്പെടുന്നവര്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളാൽ വേദനിക്കുന്നവര്, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഭവനത്തിൽ ഓരോരുത്തർക്കും രോഗം വരുമ്പോൾ അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളാൽ സങ്കടപ്പെടുന്നവര്, കർത്താവ് എല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ രോഗമേഖലകളെയും, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗങ്ങളിലാണ് വിവിധങ്ങളായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നത്, ആ മേഖലകളെ ഒന്ന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചേ. കർത്താവിൻ്റെ പക്കൽ സൗഖ്യത്തിനായി കടന്നു വന്ന ഒരു മനുഷ്യനെ പോലും ഈശോ നിരാശയോടെ പറഞ്ഞു വിട്ടിട്ടില്ല. അവർക്കെല്ലാം സൗഖ്യം നൽകി. പ്രിയമുള്ളവരെ, അതേ ദൈവം, അതേ ഈശോ ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ ഈ തമ്പുരാൻ അസാധ്യമായിട്ടൊന്നുമില്ല. മരുന്നോ ലേപന ഔഷധവുമല്ല, കർത്താവിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നത്. വിശ്വാസത്തോടെ നമ്മുടെ രോഗമേഖലകളെ തമ്പുരാന് സന്നിധിയിലേക്ക് സമർപ്പിച്ച് കർത്താവെ സൗഖ്യം നൽകണമേ, രോഗങ്ങളിൽ സഹിക്കുവാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. ആഗ്രഹത്തോടെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് ചേർന്ന് പാടുന്നു. രോഗഭാരം കൂടുമ്പോൾ രോഗസൗഖ്യം തന്നവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ രോഗഭാരം കൂടുമ്പോൾ അമ്മേ അമ്മേ തായേ രോഗഭാരം കൂടുമ്പോൾ ചേർന്ന് പാടി അമ്മേ അമ്മേ തായേ രോഗഭാരം എല്ലാ രോഗങ്ങളെ കൂടുമ്പോൾ സമർപ്പിച്ച് അമ്മേ തായേ ദുഃഖസംബന്ധമായ രോഗങ്ങളെ സമർപ്പിച്ച് രോഗസൗഖ്യം തന്നവനെ ഞാൻ ആരാധിക്കുന്നു. രോഗസൗഖ്യം തന്നവനെ ഞാൻ ആരാധിക്കുന്നു. ചേർന്ന് ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആവർത്തിച്ച് പാടി ഓ അമ്മേ അമ്മേ ഈശോയെ ആരാധിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ മേഖലകളെയും വിട്ടുകൊടുത്ത് സമർപ്പിച്ച് അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ചേർന്ന് പാടി ചേർന്ന് പാടി ആരാധിച്ച ഹൃദയത്തില് ഹല്ലേലൂയ. കാരുണ്യങ്ങളെ ആരാധിക്കുന്നു. സ്തുതികടെ സ്തുതികടെ സ്തുതികടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. അധരങ്ങളിൽ യേശുനാമം, ഹൃദയങ്ങളിൽ യേശുസ്തുതി. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ 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 പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ 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 പാടാം, ഹല്ലേലൂയ പാടാം, ഹല്ലേലൂയ 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 പാടാം. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചേ, പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്നത് ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശരണ ഹല്ലേലൂയ 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 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഒരു സാധാരണ സ്ത്രീ എന്ന തലത്തിൽ നാം ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിച്ചു പോയപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ എന്ന് ദൈവഹിതത്തിന് പരിശുദ്ധ അമ്മ സമ്മതം പറഞ്ഞു. ദൂതൻ അവരുടെ മുൻപിൽ നിന്നും മറഞ്ഞു എന്ന്
ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാം തിരുവചനത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം വായിക്കുന്നു, പിന്നീട് പരിശുദ്ധ അമ്മയ്ക്ക് മുൻപിൽ പ്രത്യക്ഷനാകുന്ന ദൂതനെ നമ്മൾ കാണുന്നില്ല. ജീവിതത്തിൽ ഒത്തിരി വേദനയിലൂടെ പരിശുദ്ധ അമ്മ കടന്നുപോയി. സ്വന്തം പുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോഴൊക്കെ അമ്മ അനുഭവിച്ച സങ്കടങ്ങളെ, ആ വേളകളിലെല്ലാം ദൈവത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മാത്രമാണ് അമ്മയ്ക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആ ഒരു വചനമാണ് ജീവിതത്തിൻ്റെ അവസാനം വരെ പരിശുദ്ധ അമ്മയ്ക്ക് കൂട്ടായി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ധ്യാനചിന്തയിൽ നാം കണ്ടു, ഒത്തിരി സങ്കടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ അമ്മ കടന്നുപോയെങ്കിലും അതിൻ്റെ എല്ലാം അപ്പുറത്ത് ദൈവഹിതത്തോടെ ചേർന്ന് നിന്നപ്പോൾ, ദൈവഹിതം അനുവർത്തിച്ചപ്പോൾ ആത്മാവിൻ്റെ നിറവിലേക്ക് കൂടെയുള്ളവരെല്ലാം നയിക്കാനായിട്ട് പറ്റി. നമ്മുടെ സങ്കടങ്ങളിലും വേദനകളിലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലുമൊക്കെ ആശ്വാസം നൽകുന്നത് ഇതേ ദൈവത്തിൻ്റെ ചൈതന്യമാട്ടോ, ഇതേ പരിശുദ്ധാത്മാവ. ഈ ആത്മാവിൻ്റെ നിറവ്, അഭിഷേകം നമ്മുടെയൊക്കെ ജീവിതത്തെ നാം പ്രതീക്ഷിക്കുന്നതിലും ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് നയിക്കും. പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കും. നാം അറിയാത്ത ആത്മീയ തലങ്ങളിലേക്ക്, ആത്മീയ ചിന്തകളിലൂടെ നമ്മളെ നയിക്കും. കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പെൺപ്രാവെന്നതുപോലെ വെള്ളിച്ചിറകുകളാലെ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് പറന്നിറങ്ങുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഇരുകരങ്ങൾ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാവർക്കും ഒന്ന് ചേർന്ന് ആഗ്രഹത്തോടെ പാടാം. വെൺപ്രാവെന്നതുപോലെ, വെൺപ്രാവെന്നതുപോ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥനയോടെ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. കണ്ണുകളെ ശാന്തമായി അടച്ചിരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എൻ്റെ ഹൃദയത്തുടിപ്പുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുവാൻ എൻ്റെ കൂടെ ആയിരിക്കണമേ ആത്മാവായ ദൈവമേ. മറ്റൊന്നും വേണ്ട, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം അഭിഷേകത്താൽ നയിക്കപ്പെടും. ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ചേർന്ന് പാടാം. വെൺപ്രാവെന്നതുപോലെ, എല്ലാവരും വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പാടാം. നിയോഗങ്ങളുടെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നമ്മുടെ ഭവനങ്ങൾ വിശ്വാസത്തിൽ നിറയപ്പെടുവാനും വചനത്തോടുള്ള വലിയൊരു തീഷ്ണതയിൽ വചനം വായിക്കുവാനും പഠിക്കുവാനും വചനാധിഷ്ഠിത ജീവിതം നയിക്കുവാനും ആത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ചേർന്ന് വെൺപ്രാവെന്നതുപോ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം മനസ്സിൽ ഓർക്കാൻ നമുക്ക് ഒത്തിരി നിയോഗങ്ങളുണ്ട്. നിയോഗങ്ങളെല്ലാം മനസ്സിൽ ഓർക്കുക. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുക. പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന നിയോഗങ്ങൾ, കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുടെ നിയോഗങ്ങളുണ്ട്. ദൈവമേ, നീ അനാദി മുതലേ കണ്ടുവെച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തി നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരുങ്ങുമ്പോൾ നീ കൂടെ ഉണ്ടാകണമേ.
വിശുദ്ധമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ, പ്രാർത്ഥനയിൽ ആ കുടുംബങ്ങൾ എന്ന് മുന്നേറുവാൻ, ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് വിശ്വാസത്തിൻ്റെ ചൈതന്യത്തിൽ നയിക്കുവാൻ ദൈവകൃപയുള്ള നസ്രത്തിലെ തിരുക്കുടുംബം പോലെ പ്രാർത്ഥനയിൽ വളരുന്ന നല്ല കുടുംബങ്ങളായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഒരു നിയോഗം കൊണ്ട് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദാമ്പത്യ ബന്ധങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും നമ്മുടെ കുഞ്ഞുങ്ങളിലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാകുവാൻ ചേർന്ന് പ്രാർത്ഥിച്ച് വെൺപ്രാവ് എന്നതുപോലെ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. ഒരിക്കൽ കൂടി സ്വരമുയർത്തി വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാ നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ നിയോഗങ്ങൾ അച്ഛൻ്റെ വികാരണത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത് എല്ലാവരുടെയും ജീവിതങ്ങളെ ഈശോ സ്പർശിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ഈശോയുടെ വലിയ കൃപയും അനുഗ്രഹവും തുളുമ്പുന്ന ആശീർവാദം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലേക്ക് ഒഴുകി വരുവാനായിട്ട് ആഗ്രഹിച്ച് നമ്മളിപ്പോൾ പാടിയ ഈരടികൾ പാടിക്കൊണ്ട് തന്നെ വെൺപ്രാവ് എന്നതുപോലെ കർത്താവ് ദിവികാരുണ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം, വലിയൊരു ചൈതന്യം സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സന്നിധിയിൽ തങ്ങളുടെ ജീവിതങ്ങളെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ മേല്, പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ മേല്, പലയിടങ്ങളിലായിരുന്നു ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനവധി പേരുണ്ട്. കർത്താവ് എല്ലാവരെയും സമർപ്പിക്കുകയാണ്. വെൺപ്രാവ് എന്നതുപോലെ സ്വർഗം വിട്ടിറങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം ഈ ദിവികാരുണ്യ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഓരോ മക്കളിലും ഈ ദിവസം മുഴുവൻ മുന്നോട്ട് ജീവിതത്തെ നയിക്കുവാനുള്ള ഒരു ചൈതന്യമായി, തുടർന്നുള്ള ജീവിതയാത്രയിൽ എന്നും കൂടെ നിൽക്കുന്ന ചൈതന്യമായി പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ, ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇരടികൾ ആവർത്തിച്ച് നമുക്ക് ദിവികാരുണ്യയുടെ ആശീർവാദം ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാം. വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. വെൺപ്രാവെന്നതുപോൽ വെള്ളിച്ചിറകുകളാലേ പറന്നിറങ്ങണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. ലൂക്കായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുഴുവനായി വായിച്ച് ധ്യാനിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത്
നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.